എൻ്റെ പേര് അതിയന്നൂർ വേണുഗോപാൽ എന്നാണ്. ഞാൻ NCPയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തെ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഗോപൻ മണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഗോപനാണ്, പക്ഷെ മണിയൻ, ആദ്യത്തെ പേര് മണിയനാണ്. ഒടുവിൽ ഗോപൻ മണിയൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ആറാലുമുണ്ട് ചന്ത ഞാൻ ലേലം പിടിച്ചിരുന്നു ഒരു വർഷം. ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ജോലിയിൽ വന്നപ്പോൾ ആറാലുമുണ്ട് ചന്ത ഒരു വർഷം ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ലേലം പിടിച്ചിരുന്നു. അന്ന് ഇദ്ദേഹം അവിടെ BMSൻ്റെ ചുമട്ട് തൊഴിലാളിയാണ്. അങ്ങനെ അവിടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇദ്ദേഹം പുറത്തു പോയതും. അങ്ങനെ കുറച്ച് പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള മനുഷ്യനാണ്, അത് നമുക്ക് നിഷേധിക്കുന്നില്ല. കാര്യം എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം ഈ ഷഡാധാര പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അറിയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ പോയി പഠിച്ച് ഈ ചുമട്ടത്തുള്ള ഇദ്ദേഹം പുറത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് അങ്ങനെ ആണ് ക്ഷേത്രം പണിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം പുറത്തു പോയി പൂജയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അദ്ദേഹം ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. ഒറ്റയ്ക്ക് തന്നെയാണ്. ഒരുപാട് നാട്ടുകാർ കുറേയൊക്കെ സഹായിച്ചു എങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ടായിരുന്ന വിറ്റും എടുത്തുമൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം പണിഞ്ഞത്. അപ്പം അദ്ദേഹം പുറത്തൊരു പൂജയ്ക്ക് പോയിട്ടൊന്നും എനിക്കറിവില്ല, എൻ്റെ അറിവിലില്ല. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. പിന്നെ അദ്ദേഹം തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം മകനെ പൂജാതി കർമ്മങ്ങളൊക്കെ പഠിക്കാൻ എവിടെയോ അയച്ചു, പഠിച്ചതിന് ശേഷം മകനാണ് അത് കൃത്യമായിട്ടും പിന്നെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒടുവിൽ ആദ്യമൊക്കെ ഒരു നേരം തുറക്കുമായിരുന്നു. പിന്നെ ഇത് വളരെ രാത്രി 12 മണി 1 മണിക്കൊക്കെ ഇവിടെ പൂജ ചെയ്യാറുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞു കേട്ടിട്ടുള്ളത്. അതൊരു ക്ഷേത്രത്തിന് ചേർന്നൊരു കാര്യമാണെന്ന് എനിക്കറിയാം. എനിക്ക് അത്രത്തോളം വിവരമില്ല, ഇത്രയും വിവരമൊന്നും നമുക്കില്ല. പക്ഷെ എന്നാലും ഈ ഒരു ക്ഷേത്രത്തിൽ അതൊരു നിശ്ചിത സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു യാമത്തിൻ്റെ കണക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ അന്ത്യയാമത്തിൽ രാത്രി 12-1 മണിക്കൊക്കെ പൂജ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ. പിന്നെ ആരെങ്കിലുമൊക്കെ പൂജയ്ക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും. ഇല്ല, നമ്മുടെ ഈ വരുന്ന ഈ ഭക്തരുടെ ആ ഒരു അഭീഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ആണ് പിന്നെ ആളുകൾ വരാതായത്. ഈ ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം തന്നെ ഇവിടെ നാട്ടിലുള്ള തന്നെ കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാർ, അത് കുറച്ച് എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാർ, അവരിവിടെ ട്രസ്റ്റിൻ്റെ ആൾക്കാരായിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഒടുവിൽ അവർ പറയുന്നൊന്നും കേൾക്കാതെ ഇവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇവിടെ വരുന്ന ഭക്തരെയൊന്നും ബഹുമാനിക്കാതെയും ഒക്കെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഈ ട്രസ്റ്റിലേക്ക് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അല്ല, നാട്ടുകാർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ഇതുമില്ല. നാട്ടുകാർക്ക് അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് എടുക്കണമെന്ന് യാതൊരു ഇതുമില്ല. ഒരു ക്ഷേത്രം നാട്ടിലുള്ളത് നല്ലത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും നാട്ടിലൊരു ക്ഷേത്രം വരുമ്പോഴത്തേക്ക് ആ നാടെങ്കിലും നാട്ടിലുള്ള അയൽവക്കത്തുള്ള ഇതെങ്കിലുമൊക്കെ നന്നായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഇത് ഉണ്ട്. പിന്നെ ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് 3:30 മണിക്ക്, രാത്രി വെളുപ്പിന് 3:30 മണിക്കാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയുന്നത്. ആ 3:30 മണി മുതൽ അത് എത്ര ഇതായാലും ശരി, കാര്യം കുട്ടികളുടെ പരീക്ഷ സമയമായാലും എപ്പോഴായാലും ശരി, വെളുപ്പിന് 3:30 മണി ആകുമ്പോഴത്തേക്ക് കുറേ കാലങ്ങളോളം ഇവർ ഈ വളരെ ഉച്ചത്തിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, വെളുപ്പിന് 3:30 മണിക്ക്. അത് വളരെ വിവാദമായി. ആളുകളൊക്കെ ഒരുപാട് പേരൊക്കെ ഒന്ന് പരാതിയും പരിഭവവും പറഞ്ഞു. അങ്ങനെ നാട്ടുകാരായിട്ടൊക്കെ അവർ കുറച്ച് ഇതൊക്കെയായി. ഒടുവിൽ അത് പിന്നെ നിർത്തി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നാഗര പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ വിവാദമായി. അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു വസ്തുവിൻ്റെ ആൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. അങ്ങനെ RDO ഒക്കെ വന്നാണ് ഒടുവിൽ ഒത്തീർപ്പാക്കിയത്. പക്ഷെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ഒരു പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇളക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പം തന്നെ ഇത് കണ്ട് എന്തൊക്കെയാണ് എങ്കിൽ പോലും ഇത് പൊളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. അത് പോലീസുകാർക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഒടുവിൽ അവരെ പേരിൽ വരും. അതുപോലെ തന്നെയാണ് ഇതും, അങ്ങനെ തന്നെയാണ്. നാഗർ പ്രതിഷ്ഠയും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ വയൽ എൻ്റെ വകയായിരുന്നു. ഞാൻ മറ്റൊരാളിന് കൊടുത്തു. അവരിൽ നിന്നാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രമൊക്കെ പണിഞ്ഞത്. പക്ഷേ ക്ഷേത്രമൊക്കെ പണിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ ക്ഷേത്രമൊക്കെ പണിഞ്ഞു കൊടുത്തത് അവരുടെ സ്വന്തം ഇതനുസരിച്ച് ചെയ്ത്. പക്ഷേ ഇവർ കാണിച്ചൊരു തെറ്റെന്ന് പറയുന്നത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമാധിയോ എന്തോ ആകുമ്പോഴത്തേക്ക് നാട്ടുകാരെ അറിയിക്കാനൊരു ബാധ്യതയുണ്ട്. അതിവിടെ കൗൺസിലറുണ്ട്, ബാക്കി നാട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ആരെങ്കിലും വിളിച്ചത് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉണ്ട്. അതില്ലാതെ വന്നപ്പോൾ ഇതെങ്ങനെ മരണം സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ത്വര ജനങ്ങളുടെ മനസ്സിനകത്തുണ്ടായി. അങ്ങനെയാണ് ഇത് ഇത്രയും വലിയൊരു വിവാദമായി മാറിയത്. അപ്പോൾ അങ്ങനെ ഇവർ ആദ്യം പറഞ്ഞത് കലറ നിയമപരമായി അവർ എന്താണോ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഒടുവിൽ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചാണ് മാറിയിട്ട് അത് പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി. പിന്നെ അത് കോടതിയിൽ പോയി. കോടതി എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. കാര്യം വെച്ചാൽ എന്ത് സംഭവിച്ചു എന്നുള്ള അറിയണമല്ലോ. നാട്ടുകാരുണ്ടോ ഇത് പൊളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അതിനകത്തുണ്ടോ,
അതോ ഇല്ല പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടുന്ന് നേരെ മരുത്തോമലയിൽ കൊണ്ടുപോയെന്നും അവിടെ ഒരു ആശ്രമമുണ്ട് അവിടെ കൊണ്ടുപോയെന്നൊക്കെ പലരും പല അപഖ്യാതികൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടും ഇത് എന്ത് സംഭവിച്ചു എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ഒരു ബാധ്യത ജനങ്ങൾക്കുണ്ട്. അപ്പം അത് അറിയിക്കണം. അതിന് കോടതി എടുത്ത തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ്. അതിന് നാട്ടുകാരായ ഞങ്ങളെല്ലാവരും അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും അതിന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് വെച്ചാൽ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞേ പറ്റൂ. കാര്യം ഇത്രയും വലിയൊരു ക്ഷേത്രമൊക്കെ വെച്ചിട്ട് നാട്ടുകാരെ പോലും ഇതിനകത്ത് കയറ്റാതെ അവർ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ സ്വന്തമായിട്ട് അവർ ചെയ്തതാണ്. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇത് എന്തായാലും അവർ ശരിയായ കാര്യമായിരുന്നില്ല ഈ കുട്ടികളെടുത്ത് തീരുമാനം. അച്ഛനെന്തോ പറയട്ടെ, അച്ഛൻ പറഞ്ഞതനുസരിച്ചും കൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനി കൃത്യമായിട്ടൊന്ന് മക്കളെ എന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സമാധിയാക്കുമ്പോഴത്തേക്ക് ആരെയും അറിയിക്കരുത്, ആരെയും കാണിക്കരുത് എന്നൊക്കെ പറയുന്നത്. അതിനകത്തൊന്നും ഇവർ ഈ ചെറുപ്പക്കാരല്ലേ, കുട്ടികളല്ലേ, പണ്ടത്തെ ആ ഒരു ഇതല്ലല്ലോ. അപ്പം അവർക്കത് ഉൾക്കൊള്ളാനുള്ളൊരു ഇത് വേണ്ടേ. കാര്യം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അവർ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ കാലവിശേഷം അനുസരിച്ച് അവർ ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ വന്നതിലുള്ള ദോഷമാണ് ഈ കണ്ടത്. ഇതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചു. കാര്യം ഒരുപാട് മീഡിയക്കാരും ഒരുപാട് പോലീസുകാരും എത്ര ദിവസമായി ഇതിൻ്റെ പിന്നിൽ അവരുടെ ആ സ്ട്രെയിന് എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ് അനുഭവിച്ചത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്ന കാര്യം. എൻ്റെ ഭരണശേഷം ഇത് വലിയ പോപ്പുലർ ആവും എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ല.